നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ധനുഷിന്റെ സ്നേഹയുടെ വിവാഹം നടക്കുന്ന സമയത്ത് അർച്ചന തനിച്ചാവണം. അത് തന്നെയായിരുന്നു ഉദ്ദേശം. വിവാഹം മുടങ്ങിയപ്പോ അവരെന്നെ അവിടെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുന്നത് നമ്മൾ തന്നെയല്ലേ ഡോക്ടർ? ഇനി സച്ചേട്ടൻ പറഞ്ഞ പോലെ ഡോക്ടർ ഖാദറിന്റെ ഏതെങ്കിലും ശത്രുക്കളായിരുന്നെങ്കിലോ? അങ്ങനെ വരാൻ വഴിയില്ല. കാരണം എന്നെ ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോകുന്ന വഴി 2 പേരിൽ ഒരാൾ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ആ ഗുണ്ടയെ വിളിച്ച ആളുടെ പേര് അർച്ചനയ്ക്ക് കേട്ടാ മനസ്സിലാവും. ഷാഹിർ മുഹമ്മദ്. ഹലോ, ഷാഹിർ മുഹമ്മദ് സാർ. ആളെ കിട്ടിയിട്ടുണ്ട്. ശരി സാർ. ഇപ്പൊ അർച്ചനയ്ക്ക് സംശയമൊക്കെ മാറിയില്ലേ? ഇത് അന്ന് അറിയാതെ പോയി. ഡോക്ടറുടെ കിഡ്നാപ്പിംഗ് കേസ് ധനുഷ് ഇതുവരെ സമ്മതിച്ചില്ലെന്നോ CI മാഡം പറഞ്ഞത്. അന്ന് ഞാൻ ചോദിച്ചിട്ടും അവൻ മിണ്ടാതെ നിന്നതേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇത് പോലീസിനോട് പറയായിരുന്നു. അതൊരു വലിയ വാർത്തയായി എന്റെ കരിയറിനെ കൂടി ബാധിക്കുമെന്ന് കരുതിയ ഞാൻ പറയാതിരുന്നത്. ഇപ്പൊ ചെയ്തു വെച്ചതിന്റെ ശിക്ഷ തന്നെ അവൻ താങ്ങൊന്നും തോന്നുന്നില്ല. എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ഞാനങ്ങ് മറന്നാ പോരെ? ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഡോക്ടറും കൂടി അനുഭവിക്കുകയാണല്ലോ. ഞാനും ആ കുടുംബത്തിലെ ആള് തന്നെയല്ലേ. ഇതോടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നെല്ലിശ്ശേരിയെ തകർക്കാൻ ധനുഷും അവന്തികയൊക്കെ ഇറങ്ങുമ്പോ അർച്ചനയുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളെയൊക്കെ തകർത്താലും അർച്ചനയെ തകർക്കാൻ അവർക്കാവില്ല. ചിലപ്പോ അർച്ചന വിവാഹം മുടക്കിയതുകൊണ്ടാവും ഞാൻ ജീവനോടെ തിരിച്ചു വന്നത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇത്തവണയും അവന്തികയ്ക്ക് മാപ്പ് കൊടുത്തല്ലേ? അതങ്ങനെ തന്നെയല്ലേ ഡോക്ടർ? നമ്മള് ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാ? നെല്ലിശ്ശേരിയുടെ സമാധാനത്തിന് വേണ്ടി. അവന്തിയുടെ ചെറിയ എന്തെങ്കിലും കാര്യം പുറത്തു വിട്ടാൽ തന്നെ ആ സമാധാനം തകരും. അറിഞ്ഞുകൊണ്ടൊരിക്കലും എനിക്കതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാ അവന്തിക ചെയ്യുന്നതൊക്കെ നേരിട്ടും തടഞ്ഞും അവരെ ദുർബലയാക്കിയും പുറത്താക്കാതെ അവരെ അവിടെ തന്നെ തുടരാൻ അനുവദിക്കുന്നത്. പോകും വരെ പോട്ടെ. നിവൃത്തിയില്ലാതെ വരുമ്പോൾ മറ്റെന്തെങ്കിലും ആലോചിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.